വൈ ഐ ചൂസ് ACCA. എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റേ പേജ് തുടങ്ങിയതിന് ശേഷം എനിക്ക് കോമൺ ആയിട്ട് വരാറുള്ള മെസ്സേജാണ് വൈ യു ചൂസ് ACCA എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ടൈം ടു റിവീൽ വൈ ഐ ചൂസ് ACCA. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് റിൻഷ, ഞാനൊരു ACCA സ്റ്റുഡൻ്റ് ആണ്. വൈ ഐ ചൂസ് ACCA എന്ന് പറഞ്ഞു തുടങ്ങുന്ന മുന്നേ നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോകാം, അതായത് എൻ്റെ സ്കൂൾ ടൈമിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ 8th 9th ആ ടൈമിൽ എന്നോട് ആരെങ്കിലും എന്താവേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഇതില്ലാതെ പറയടാ ഡോക്ടർ ആകണം എന്നുള്ളത്. കാരണം ഡോക്ടേഴ്സിന് കിട്ടുന്ന ആ റെസ്പെക്റ്റ് കണ്ടിട്ടാണ് എനിക്ക് ഡോക്ടർ ആകണമെന്ന് നമുക്കൊരാഗ്രഹം വരുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ 10th ട്യൂഷന് ജോയിൻ ചെയ്തു. ട്യൂഷന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മാത്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മാത്സ് ഇഷ്ടമില്ലാത്ത ഞാൻ മാത്സിന് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കൊമേഴ്സ് ഫീൽഡിലേക്ക് പതുക്കെ പോയാലോ എന്നൊരു മൈൻഡിലേക്ക് കയറി. ആ ടൈമിലാണ് ഉമ്മ ഇങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ACCA പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ സിസ്റ്റർ ദീദി CA ചെയ്യായിരുന്നു. അപ്പോൾ ദീദിനോടൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ACCA നല്ല ഓപ്ഷനാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലായി. അപ്പോൾ തന്നെ നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യൊന്നുമില്ലല്ലോ, അങ്ങനെ ജസ്റ്റ് അത് അവിടെ വെച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ +1 +2 കൊമേഴ്സ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ മൈൻഡിൽ ഉറപ്പിച്ചു. അങ്ങനെ +1 +2 അങ്ങനെ കൊമേഴ്സ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ് ഇഷ്ടം ഇത്തിരി കുറവാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതും ഇഷ്ടമായി ഇത്തിരിയൊക്കെ. അങ്ങനെ ഞാൻ കൊമേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചോദിച്ചു ഓക്കെ ACCAയിലേക്ക് തന്നെ പോകാം. എനിക്ക് CA പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ദീദി പഠിക്കുന്ന ആ എഫേർട്ടും അത് കണ്ടപ്പോൾ ഓക്കെ CA അത്രയും ടഫാണ് മനസ്സിലായിട്ട് ആ സൈഡ് കൂടെ തന്നെ ഞാൻ പോയിട്ടില്ല. കാരണം ഇവർക്ക് ഗ്രൂപ്പ് സിസ്റ്റം പോലെയാണ് എക്സാംസൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ +2 ടൈം ആയപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു, അതായത് CMA, CMA US, CA, CS, അങ്ങനെ കുറേ കോഴ്സിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു. ഐ സ്റ്റിൽ റിമെമ്പർ +2ൻ്റെ ഒരു ലാസ്റ്റ് പീരീഡ് വൈകുന്നേരം ആയപ്പോൾ ഒരാളിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു. അതിൻ്റെ ഒരു നോട്ടീസ് പോലെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ACCAൻ്റെ ഡ്യൂറേഷൻ, CMൻ്റെ ഡ്യൂറേഷൻ, CAൻ്റെ ഡ്യൂറേഷൻ, അങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതിയിട്ടിരുന്നു. അപ്പോൾ CAൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കില്ലായിരുന്നു, കാരണം എനിക്ക് ദീദി പഠിക്കുന്നത് കണ്ടിട്ട് CA ഇങ്ങനെ നമുക്കൊരു മടുപ്പ് വരില്ല ഒരാൾ ഇങ്ങനെ പഠിക്കുന്ന കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ CAൻ്റെ ഭാഗത്തേക്കേ നോക്കിയില്ല, ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഗ്യാങ് ഓഫ് ആൾക്കാർ അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഏതാ എത്ര ഡ്യൂറേഷനാണ്, ഏതാ പെട്ടെന്ന് തീരുക എന്നൊക്കെ നോക്കിയപ്പോൾ ഡ്യൂറേഷൻ ഏറ്റവും കുറവ് ACCAയും പിന്നെ സാലറി കുറച്ചും കൂടി കൂടുതൽ ACCAയും. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഓക്കെ ACCAന് എന്തായാലും ചൂസ് ആക്കാം എന്നുള്ളത്. അങ്ങനെ ഞാൻ +2 ലാസ്റ്റ് ആയപ്പോൾ തന്നെ ഞാൻ കൺഫേം ആക്കി ഓക്കെ ACCA എടുക്കാം. അങ്ങനെയാണ് ഞാൻ ACCAയിലേക്ക് വന്നത്. മെയിനായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പേപ്പർ വൈസ് ഉള്ളതും പിന്നെ ഗ്ലോബലി റെക്കഗ്നൈസ് ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ACCA ചൂസ് ആക്കിയത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി വൈ ഐ ചൂസ് ACCA എന്നുള്ളത്. നിങ്ങൾ എന്തുകൊണ്ട് ACCA ചൂസ് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ACCA റിലേറ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.